കരൂർ ദുരന്തം. വിജയ്ക്ക് നേരെ യുവാവ് ചെരുപ്പെറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കരൂർ അപകടത്തിന് മുമ്പ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്ക് നേരെ ചെരുപ്പെറിയുന്ന ആളുടെ ദൃശ്യങ്ങൾ പുറത്ത്. വിജയ്ക്ക് പിന്നിൽ നിന്നാണ് ഇയാൾ ചെരുപ്പെറിയുന്നത്. പരിപാടിയിൽ ആസൂത്രിതമായി ചെരുപ്പേറുണ്ടായി എന്നാണ് ടി.വി.കെയുടെ പരാതി. DMK പ്രവർത്തകരാണ് ചെരുപ്പേർ നടത്തിയതെന്നാണ് ടി.വി.കെയുടെ ആരോപണം. സെന്തിൽ ബാലാജിയെ വിമർശിച്ചപ്പോഴാണ് ചെരുപ്പേറുണ്ടായത്. നാളെ കോടതി വിഷയം പരിഗണിക്കാനിരിക്കെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വിജയുടെ തലയുടെ സമീപത്ത് കൂടിയാണ് ചെരുപ്പ് പോകുന്നത്. ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ചെരുപ്പെറിഞ്ഞയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു യുവാവാണ് ചെരുപ്പെറിയുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനിടെ കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ടി.വി.കെയിൽ ഭിന്നത. ജനറൽ സെക്രട്ടറിമാരായ N. ആനന്ദിനും ആദവ് അർജുനുമിടയിലാണ് ഭിന്നതയുള്ളത്. അതേസമയം കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാതിരുന്നത് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്റ്റാലിൻ മയപ്പെടുത്തിയതോടെ വിജയ് ആദ്യം തയ്യാറാക്കിയ വീഡിയോ പുറത്തുവിട്ടില്ലെന്ന വിവരവും പുറത്തുവന്നു. കരൂർ അപകടം അട്ടിമറിച്ചെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വിജയും ടി.വി.കെ നേതാക്കളും DMK കടന്നാക്രമിക്കുന്ന വീഡിയോ ആണ് ആദ്യം തയ്യാറാക്കിയത്. എന്നാൽ സർക്കാരിന്റെ മൃദു സമീപനവും ആരെയും പഴിക്കാതെ സ്റ്റാലിൻ പുറത്തിറക്കിയ വീഡിയോയും ടി.വി.കെ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് കടുത്ത വിമർശനങ്ങൾ നീക്കിയും സെന്തിൽ ബാലാജിയുടെ പേരെടുത്ത് പറയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയും പുതിയ വീഡിയോ ചിത്രീകരിച്ചെന്നാണ് വിവരം. അതിനിടെ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. വിജയ് കേസിൽ പ്രതിയാകാത്തത് ജീവൻ നഷ്ടമായ 41 പേരോടുള്ള അനീതിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ചെന്നൈ സ്വദേശിയായ PH ദിനേശ് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകി. 12 മണിക്ക് വരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച വിജയാണ് ദുരന്തത്തിന് കാരണമെന്നും ടി.വി.കെ പ്രസിഡന്റിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളൊന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ടി.വി.കെ പ്രസിഡന്റിനെ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാലെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. ജസ്റ്റിസ് സെന്തിൽകുമാറിന്റെ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ടി.വി.കെ ഹർജിയും ബുസി ആനന്ദും നിർമ്മൽകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും നാളെ ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നതിനാൽ അടുത്ത 24 മണിക്കൂർ വിജയ്ക്കും DMKയ്ക്കും നിർണായകമാണ്.